ഒരു 5-6 വർഷം കൊണ്ട് ഒരാളുടെ ഹോം ലോൺ അടച്ചു തീർക്കാൻ പറ്റും. ഒരു 50,000 $1,00,000 റീഫിനാൻസ് ചെയ്ത് ഓഫ് സെറ്റിലിടുക അല്ലെങ്കിൽ റീഡ്രോയിലിടുക. അപ്പോൾ എപ്പോഴാണ് ആൾക്കാർക്ക് ഒരു പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്കുള്ള ജീവിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ബിഗ് സീറോ ആയി പോവില്ല. ഞാൻ ആ പ്രോപ്പർട്ടി വിൽക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ലാഭം നമ്മുടെ സൂപ്പർ ഫണ്ടിൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും ഇരിക്കുന്നത്. നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിനെ തന്നെ ലോൺ റീസ്ട്രക്ചർ ചെയ്ത് നമുക്ക് എയർലി റിട്ടയർമെൻറ്റ് ചെയ്യാം. റീഫിനാൻസും റീസ്ട്രക്ചറും രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. നെഗറ്റീവ് ഗിയറിങ് എവിടെയും പോയിട്ടില്ല. അതിൻ്റെ വേ ഓഫ് അപ്രോച്ചാണ് മാറിയിരിക്കുന്നത്. നമസ്കാരം. ഓസ്ട്രേലിയയിലേക്ക് മലയാളികൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് വളരെ നല്ലൊരു ലൈഫിന് വേണ്ടി ഇവിടെ വന്നൊന്ന് പൊളിക്കണം എന്നുള്ള രീതിയിലാണ്. നമ്മളതിന് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാകും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വളരെ നല്ലതായിട്ടുള്ള കാര്യം. നമുക്കൊരു ഫാമിലി ലെഗസി ഉണ്ടാക്കാനായിട്ട് ഒരു ഏർലി റിട്ടയർമെൻറ്റിന്. പക്ഷേ 2026 ഫെഡറൽ ബഡ്ജറ്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വെള്ളിടിയായിട്ട് വന്ന് വീണിരിക്കും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടോമാണ്. അദ്ദേഹം വളരെയധികം നാളായിട്ട് മോർഗേജും ബ്രോക്കറിങ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ റീഫിനാൻസിങ് ചെയ്യാനായിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ടോമി നമസ്കാരം. 2026 ബഡ്ജറ്റ് വളരെ മോശകരമായിട്ടെന്ന് ഉള്ളൊരു പ്രതീതിയാണ് പൊതുവേ ഉള്ളത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അത് നമുക്ക് എങ്ങനെ ഗുണകരമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുമോ, അതോ നമ്മൾ ഗവൺമെൻറ് അല്ലെങ്കിൽ മെയിൻ മീഡിയ പറയുന്നതനുസരിച്ച് മര്യാദയ്ക്ക് വീട്ടിൽ ഉള്ള കഞ്ഞിയും കുടിച്ചിരിക്കുക എന്നുള്ളതാണോ? ഇപ്പോഴത്തെ പുതിയ ടാക്സ് ഇംപ്ലിക്കേഷൻ അതൊരു പ്രപ്പോസൽ മാത്രമാണ്. സോ മാർക്കറ്റിലെ രണ്ട് സൈഡുണ്ട്. അതായത് വളരെ മോശമാണ് അല്ലെങ്കിൽ നല്ലതാണ് മേടിക്കുക. അതായത് നമ്മുടെ പേർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഒരാൾക്ക് അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ റൈറ്റ് ടൈം. മാർക്കറ്റ് വളരെ നല്ല ബയേഴ്സ് മാർക്കറ്റാണിത്. സോ അതല്ല അവർക്ക് ഇപ്പോഴത്തെ വീടിനെ അവർക്ക് റീസ്ട്രക്ചർ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഒന്ന് റീഫിനാൻസ് ചെയ്താൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് താല്പര്യമില്ല, അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ലോണുകൾ അടച്ചു തീർക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ റീഫിനാൻസോടെ അല്ലെങ്കിൽ ഞാൻ റീഫിനാൻസിനെക്കാട്ടും കൂടുതൽ ഞാൻ ഹോം ലോൺ റിവ്യൂ എന്ന് പറയും. കാരണം എല്ലാവരും അവരുടെ ഡോക്ടർമാരെ എല്ലാ വർഷവും പോയി കാണും. നമ്മൾ എത്ര പേര് അവരുടെ പ്ലാനിനെ അക്കൗണ്ടിനെ പോയി കണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണോ അതോ നോക്കുന്നുണ്ടോ എന്ന് വളരെ വളരെ കുറച്ച് ആൾക്കാരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഞാൻ സഹായിക്കുന്നത്. അവർക്ക് അവരുടെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, അവർക്ക് അവരുടെ പ്രയോറിറ്റീസ് എന്താണ്, അവർക്ക് അടുത്ത 5 വർഷം കൊണ്ട് അവർക്ക് ലോൺ അടച്ചു തീർക്കണോ അതോ അവർക്ക് ഓസ്ട്രേലിയയിൽ അടുത്ത പ്രോപ്പർട്ടികൾ മേടിക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഹോം ലോൺ റിവ്യൂ ചെയ്യുന്ന സമയത്ത്. ഒരു റീഫിനാൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ ആ ബാങ്ക് മാറണം എന്ന് നിർബന്ധമില്ല. അവരുടെ ആ ബാങ്ക് നിന്നുകൊണ്ട് തന്നെ പല ഓപ്ഷൻസിലേക്ക് അവർക്ക് മാറാൻ പറ്റും. ഇപ്പോഴത്തെ ഈ 2026 ബഡ്ജറ്റ് വന്നതിന് ശേഷം ആൾക്കാരിനെ കുറച്ച് പാനിക്കാണ്. ഇപ്പോൾ നമുക്കൊന്നും കൂടി ഇൻവെസ്റ്റ് ചെയ്യണോ, നമ്മൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ മേലാത്ത രീതിയിലേക്ക് നമ്മളെ ആക്കിക്കളഞ്ഞു. ഇതിനകത്ത് പറയുന്ന നെഗറ്റീവ് ഗിയറിങ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സുകളൊക്കെ ആൾക്കാരിൽ നിന്ന് പോയി. ഇനി ഒരിക്കലും ഓസ്ട്രേലിയൻ പ്രോപ്പർട്ടി മാർക്കറ്റ് രക്ഷപ്പെടില്ല, ഇനി താഴെയിട്ട് മാത്രമേ പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആൾക്കാരൊരു പാനിക്കാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ ഇനി ഒരു കാരണവശാലും ഒരു റീഫിനാൻസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ടോം പറയുന്നത് നമ്മൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ശരിക്കും റീഫിനാൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ടതും അതിൻ്റെ ഗുണം നമ്മൾ എടുക്കുകയും ചെയ്യേണ്ടത്? ഈ പുതിയ ടാക്സ് ഇംപ്ലിക്കേഷൻ വന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നെഗറ്റീവ് ഗിയറിങ് എവിടെയും പോയിട്ടില്ല. അതിൻ്റെ വേ ഓഫ് അപ്രോച്ചാണ് മാറിയിരിക്കുന്നത്. അതേപോലെ ക്യാപിറ്റൽ ഗെയിനിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സോ ഒരു ഗ്രാൻഡ് ഫാദർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഞാൻ എൻ്റെ വീട് താമസിക്കുകയും ചെയ്യുന്ന വീട് എനിക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആൾക്കതിനെ ഞാൻ ചെയ്യുന്നെങ്കിൽ എൻ്റെ നെഗറ്റീവ് ഗിയറിങ് എൻ്റെ ഇപ്പോഴത്തെ വീടിനെ ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റിയിട്ട് ഞാനൊരു പുതിയ വീട് മേടിക്കാമെന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന് സ്റ്റിൽ നെഗറ്റീവ് ഗിയറിങ് കിട്ടും. കാരണം ആ പ്രോപ്പർട്ടി ഗ്രാൻഡ് ഫാദർ പ്രൊഡക്റ്റ് 12th May 2026 മുമ്പേ മേടിച്ച വീടായതുകൊണ്ട്, അല്ലെങ്കിൽ 12th ഞാൻ അതോ ആ സമയത്ത് ഓൾറെഡി കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിൽ ഗ്രാൻഡ് ഫാദർ പ്രൊഡക്റ്റായിട്ട് അതിനെ മാറ്റും. അതേ സമയത്ത് ഞാനൊരു വീട് എസ്റ്റാബ്ലിഷ് വീടാണ് മേടിക്കുന്നതെങ്കിൽ അതിനെ നാളെ ഫ്യൂച്ചറിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കാൻ ചെയ്യാൻ പറ്റും. പക്ഷേ നെഗറ്റീവ് ഗിയറിങ്ങിൻ്റെ അപ്രോച്ച് മാറും. അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യും. വേറാസ് ഞാനൊരു ന്യൂ ബിൽഡാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു ലാൻഡ് മേടിച്ച് പണിയിപ്പിക്കുവാണെങ്കിൽ സ്റ്റിൽ ഭാവിയിൽ അതിന് ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കുവാണെങ്കിൽ അതിന് എനിക്ക് ഗിയറിങ് കിട്ടും. കാരണം അത് എൻ്റെ ന്യൂ ബിൽഡാണ് അത് വരുന്നത്. ഇനിയും തിരിച്ച് ചിന്തിക്കാം, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു, എൻ്റെ എക്വിറ്റി ഞാൻ എടുക്കുന്നു, ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കുന്നു. അത് ന്യൂ ബിൽഡ് ആണെങ്കിൽ, അതായത് ലാൻഡ് മേടിച്ച് പണിയിപ്പിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിന് സ്റ്റിൽ നെഗറ്റീവ് ഗിയറിങ് വിൽ
ബി അപ്ലൈ ചെയ്യൂ അതിന്. പക്ഷേ അതിൻ്റെ വേ ഓഫ് അപ്രോച്ചാണ് മാറിയിരിക്കുന്നത്. എഗെയിൻ ഇതെല്ലാം ഒരു പ്രപ്പോസലാണ്. ഇത് മാറാൻ സമയം അധികം വേണം. അത് പാസ്സായിട്ടില്ലെങ്കിൽ തിരിച്ച് നമ്മൾ പഴയ പോലെ തന്നെ തിരിച്ചു പോകും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു പർച്ചേസ് പ്രോപ്പർട്ടീസ്. അതായത് മാർക്കറ്റ് സ്ലോ ഡൗൺ ആയി പറയുന്ന റൂമേഴ്സ് അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇത് ബയർ മാർക്കറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോഴത്തേക്കും ആസ് എ ഇൻവെസ്റ്റർ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കാണും. അത് അവർ സ്റ്റിൽ പ്രോപ്പർട്ടീസ് മേടിക്കും അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും മറ്റും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുള്ളൂ. ഇത് ജസ്റ്റ് ഒരു ജനറൽ ഗൈഡ് ലൈൻ മാത്രമാണ്. പിന്നെ ടോമിന് ഇത്ര നാളത്തുള്ള എക്സ്പീരിയൻസ് കൊണ്ടും കൂടെ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേസ് ടു കേസ് ഓൾ ഇൻഡിവിജ്വലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഡിവിജ്വൽ അഡ്വൈസ് തീർച്ചയായിട്ടും എടുക്കണം. തീർച്ചയായിട്ടും നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ സാലറിക്ക് കൊടുത്തുകൊണ്ടിരുന്ന ടാക്സ് കുറയ്ക്കാനായിട്ടാണ് നെഗറ്റീവ് ഗിയറിങ്ങിലൂടെ നമ്മൾ പ്രോപ്പർട്ടി എടുത്ത് പക്ഷേ നമ്മൾ വീട് മേടിച്ചുകൊണ്ടിരുന്നത്. ഒരു കാരണം അതായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്ക് പുതിയ വീടുകൾ പണിയാനായിട്ട് ഓസ്ട്രേലിയ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ വീടില്ലാത്തവർക്ക് റെൻറ്റിന് താമസിക്കാനായിട്ടായാലും അല്ലെങ്കിൽ ഒരു പുതിയ വീട് പിന്നീട് മാറി താമസിക്കാനായിട്ടായാലും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ നമ്മളൊരു ബെറ്റർ ഫ്യൂച്ചർ ഓസ്ട്രേലിയക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് ഒരു വെൽത്ത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നതല്ലേ. അതെ. പക്ഷേ ഇപ്പോഴും ആൾക്കാർക്കൊരു ഡൗട്ടുണ്ട്, ഈ പ്രോപ്പർട്ടി പ്രൈസ് ഇനിയും താഴോട്ട് പോകുമോ, ഒരു അൺസർട്ടനിറ്റിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ റീഫിനാൻസ് ചെയ്യണം എന്ന് ടോം പറയാനുള്ള, ഇപ്പോൾ ഞാൻ വീട് മേടിക്കുന്നില്ലെന്ന് കൂട്ടിക്കോ, എനിക്ക് വീട് മേടിക്കാൻ താല്പര്യമില്ല, ഇപ്പോൾ ഒന്ന് സെറ്റിലാകട്ടെ, അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് ഇപ്പോൾ റീഫിനാൻസ് ചെയ്യുന്നത്? നമ്മുടെ റീപേയ്മെൻറ്റ് എത്രയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരു ഹോം ലോൺ എന്ന് പറയുന്നത് 30 വർഷത്തേക്കാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് സർപ്ലസ് ക്യാഷ് ഫ്ലോ ഉണ്ട്, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, നമുക്ക് ആവശ്യത്തിനുള്ള ഇൻകം ഉണ്ട്, നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സർപ്ലസ് പൈസ നമുക്ക് നമ്മുടെ ലോണിലേക്ക് ഇട്ടിട്ട് ലോൺ കുറയ്ക്കുകയും നമ്മുടെ വർഷങ്ങൾ കുറയ്ക്കുകയും ചെയ്യാം. അത് പെട്ടെന്ന് നമ്മുടെ റീപേയ്മെൻറ്റ് കൂട്ടിക്കൊണ്ടിരുന്നിട്ട് അപ്പം 30 വർഷത്തിന് നമുക്ക് വേണമെങ്കിൽ ആദ്യം വേണമെങ്കിൽ 20 വർഷത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം, പ്രൊവൈഡഡ് അവർക്ക് അഫോർഡബിലിറ്റി ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതാണ് റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ റീഫിനാൻസും റീസ്ട്രക്ചറും രണ്ട് രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓവർ ദി ടൈം നമുക്ക് വേണമെങ്കിൽ 5-6 വർഷം കൊണ്ട് ഒരാളുടെ ഹോം ലോൺ അടച്ചു തീർക്കാൻ പറ്റും. അതൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. പക്ഷേ അപ്പുറ സൈഡിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ പ്രോപ്പർട്ടിയുടെ എക്വിറ്റി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് ലോൺ അടച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ടോം പറയുന്നത് നമ്മൾ മറ്റ് പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടികൾ മേടിച്ച് നമ്മുടെ ഓണർ ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയെ ലോൺ ഫ്രീ ആക്കുന്നതിന് പകരം നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിനെ തന്നെ ലോൺ റീസ്ട്രക്ചർ ചെയ്ത് നമുക്ക് ഏർലി റിട്ടയർമെന്റ് ചെയ്യാം. നമുക്ക് ഏർലി റിട്ടയർമെന്റ് നമ്മുടെ ഹോം ലോൺ അടച്ചു തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആഴ്ച 2 ദിവസം ആവശ്യം മാത്രം ജോലിക്ക് പോയാൽ മതി. സോ അങ്ങനെയും ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതായത് മറ്റൊരു വീടിന്റെ ഹെഡേക്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത നല്ലൊരു വീട് എല്ലാവരുടെ പേർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യത്തിന് ക്യാഷ് ഫ്ലോ വേണം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എപ്പോഴും ലോൺ എപ്പോഴും കുറച്ച് എത്രയും പെട്ടെന്ന് റീപേയ്മെൻറ്റ് കൂട്ടി അതിനെ എത്രയും പെട്ടെന്ന് അടച്ച് പേ ഓഫ് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് ഹോം ലോൺ റിവ്യൂ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റീഫിനാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില സമയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ, നമ്മളൊരു കാർ മേടിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ പല ഓൺലൈൻ ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രീ ക്രെഡിറ്റ് കാർഡ് ഫോർ 20 months എന്നൊക്കെ പറയും. ചില സമയത്ത് നമ്മൾ അടയ്ക്കാൻ നമ്മൾ വിട്ടുപോകും. അപ്പം അങ്ങനത്തെതെല്ലാം വേണമെങ്കിൽ ഇപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തുടങ്ങുന്ന സമയത്താണെങ്കിൽ അതിനെ എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ഹോം ലോണിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഒരൊറ്റ റീപേയ്മെൻറ്റ്, ഒരൊറ്റ ഡെറ്റ്, അപ്പം എത്രയും അപ്പം നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് അടച്ചു തീർക്കും. ഇപ്പം ഞാനിപ്പം കാർ ലോൺ ഞാൻ $500 കൊടുത്തുകൊണ്ടിരുന്നത് അതേ എമൗണ്ട് തന്നെ അടച്ചോ. ഇതിനകത്ത് അടിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ എക്സ്ട്രാ വർഷം കൂട്ടുന്നുമില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലോണുകൾ അടച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. അതെ. അല്ലെങ്കിൽ നമ്മൾ കാർ ലോണൊക്കെ എടുക്കുമ്പോൾ അവരെ സെറ്റ് ഫീ എന്ന് പറഞ്ഞാൽ $1,500, പിന്നെ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, പിന്നെ സർവീസ് ഫീ എന്നൊക്കെ പറഞ്ഞൊരു $30,000 ആ രീതിയിൽ അവന്മാർ അടിച്ചു മാറ്റും. എപ്പോഴും അതാരും പറഞ്ഞു കൊടുക്കാതെ അതൊരു കാർ മേടിക്കുമ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിൽ ആൾക്കാർ ആ ലെറ്റർ ഓഫ് ഓഫർ സൈൻ ചെയ്യും. ഈ ചില ദിവസം
സമയങ്ങളിൽ കസ്റ്റമർ വന്ന് പറയാറുണ്ട്, ഞാൻ വണ്ടി മേടിച്ചു, $1,500 പേപ്പർ വർക്ക് ചെയ്തു, പിന്നെ എക്സിറ്റ് ഫീ ഉണ്ടെന്ന് ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓരോ മാസം $600 വർഷം, ഞാൻ 2 വർഷത്തേക്ക് ലോൺ എടുത്തുള്ളൂ. നോക്കുമ്പോഴത്തേക്ക് ഞാൻ $2,000-3,000 2 വർഷത്തേക്ക് വെറുതെ ഇങ്ങനെ പൈസ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് വേണമെങ്കിൽ ഒരു സപ്ലിമെൻ്ററി ലോൺ വേണമെങ്കിൽ നമ്മുടെ ഹോം ലോൺ ചെയ്യാം. നമ്മുടെ മെയിൻ ഹോം ലോണും തൊടാതെ ഒരു ചെറിയ ലോൺ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ വേണമെങ്കിൽ ചെയ്തിട്ട് അതിൻ്റെ റീപേയ്മെൻറ്റ് ചെറുതായിരിക്കും, വലിയ ബേർഡൻ വരുന്നില്ല, 0 പേപ്പർ വർക്ക് ഫീസാണ് വരുന്നത്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീ ഒന്നുമില്ല. കാരണം ഓൾറെഡി ഒരു ഹോം ലോൺ ഉള്ള കസ്റ്റമറിന് ഒരു സപ്ലിമെൻ്ററി ലോൺ മാത്രം ചെയ്യുന്നു. അത് എത്രയും പെട്ടെന്ന് അടച്ചത്. നാളെ ആ കാറ് വിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ കാറ് കൊടുക്കുകയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറൊരു സെക്കൻഡ് കാർ കൊടുത്തു എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ ഈ ലോൺ വേണമെങ്കിൽ നേരത്തെ അടച്ചു തീർക്കാം. നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുന്നതും പിന്നെ റീഫിനാൻസ് ചെയ്യുന്നതും രണ്ടാണെന്നല്ലേ പറഞ്ഞേ? കാരണം എനിക്കിപ്പോൾ പൈസയ്ക്ക് ആവശ്യമില്ലെന്ന് കൂട്ടിക്കോ, ഞാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്യുന്നില്ല ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു റീഫിനാൻസ് ചെയ്ത് ഇപ്പോൾ ഒരു $1,00,000 എനിക്ക് ഇക്വിറ്റി ഉണ്ട്, ഞാനത് സാധനം എടുത്ത് നമ്മുടെ ഓഫ്സെറ്റിൽ ഇട്ടുകൊണ്ട് എന്താ ഗുണമിരിക്കുന്നത്? എപ്പോഴും ഐഡിയൽ റീഫിനാൻസ് എന്ന് പറയുന്നത് 80% LVR ലോൺ ടു വാല്യൂ റേഷ്യോയിലായിരിക്കണം. അതെ, $1 million പ്രോപ്പർട്ടി 500 ലോൺ ഉണ്ടെങ്കിൽ $500,000 അവിടെ എക്വിറ്റി കിടപ്പുണ്ട്. അതിൻ്റെ 1 million 80% വരെ മിക്ക ബാങ്കുകളും നമുക്ക് ക്യാഷ് ഔട്ട് പോളിസി ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് ഔട്ട്, അതിന് റീസൺ വേണം എടുക്കുന്നതിന്. അതിന് വേണമെങ്കിൽ ഓഫ്സെറ്റിൽ ഇടാം. ഞാൻ 2 കാർ മേടിക്കണം, ഞാൻ നേരത്തെ പൈസ എടുത്ത് വെച്ചു, ഞാൻ ഇതെടുത്ത് കൊടുക്കുന്നു, ഞാൻ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഞാൻ എൻ്റെ കാർ ലോൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ല, എനിക്ക് റീഫിനാൻസ് ചെയ്യുന്ന സമയത്ത് റീഫിനാൻസ് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ റീഫിനാൻസിൻ്റെയും വ്യത്യാസം റീസ്ട്രക്ചറിൻ്റെ വ്യത്യാസം എന്താണ്? ഇത് ടെക്നിക്കലി രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ റീഫിനാൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ലോണിനെ നമ്മൾ വേറെ ഏതെങ്കിലും ബാങ്കിലേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് റീഫിനാൻസ് പറയുന്നത്. നമുക്ക് എപ്പോഴും റീസ്ട്രക്ചർ നമ്മുടെ സ്വന്തം ആദ്യത്തെ ബാങ്കിൽ തന്നെ നിൽക്കാൻ പറ്റുക എന്നാണ്, അങ്ങനെ റീസ്ട്രക്ചർ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു ബാങ്കിലേക്ക് മാറുക. എപ്പോഴും ഇതിന് കോസ്റ്റ് ഇൻവോൾവ് ആണ് വേറൊരു ബാങ്കിലേക്ക് മാറുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കസ്റ്റമറിന് ഓണർ ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ലോൺ ഉണ്ട്. ഇപ്പം അവർ ഭാവിയിൽ വേറൊരു വീട് പണിത് മാറുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യാം വിത്ത് കൺസൾട്ടേഷൻ വിത്ത് എൻ അക്കൗണ്ട്. എങ്ങനെയാണ് അവരുടെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് എങ്ങനെ ഉണ്ടാകാം, കാരണം ഈ ഓണർ ഒക്യുപ്പൈഡിനെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കി ബാക്കിയിലേക്ക് മാറ്റുന്നു, എങ്ങനെയാണ് ആ ലോൺ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അക്കൗണ്ടിനോട് ചോദിക്കുക. അപ്പം ഇനി റീസ്ട്രക്ചർ പറയുമ്പോഴത്തേക്കും അതിന് വർഷങ്ങൾ കുറയ്ക്കാം. ലോണിനെ വേണമെങ്കിൽ പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റിന് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ഒള്ളി ആക്കാം, ഇൻട്രസ്റ്റ് ഒള്ളിനെ വേണമെങ്കിൽ ഫിക്സ്ഡ് ആക്കാം, ഫിക്സ്ഡ് ഓപ്ഷൻസ് ഉണ്ട്, വേരിയബിൾ ഓപ്ഷൻ ഉണ്ട്, പല രീതിയിലുള്ള ലോൺ പ്രൊഡക്ട്സ് ഉണ്ട്. ആ സമയത്ത് ഈ റീസ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, അതായത് ഫിക്സ്ഡ് ലോൺ റേറ്റുകൾ കൂടുന്നു, എനിക്ക് പീസ് ഓഫ് മൈൻഡ് എനിക്ക് വേണ്ടി എൻ്റെ കസ്റ്റമറിന്. അപ്പോൾ കസ്റ്റമർ പറയും, എനിക്ക് 2 വർഷത്തേക്ക് എൻ്റെ റീപേയ്മെൻറ്റ് മാറാൻ പാടില്ല, 6% എനിക്ക് ഫിക്സ് ചെയ്യുവാണെങ്കിൽ അത് മതി, കുഴപ്പമില്ല, ഞാൻ അത് അടുത്ത 2 വർഷത്തേക്ക് എനിക്ക് എൻ്റെ ബഡ്ജറ്റിങ് എനിക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ളവർക്ക്, നീ റിസ്ക് എടുക്കുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ റിസ്ക് ഒക്കെ കുഴപ്പമില്ല, വേരിയബിൾ ആണെങ്കിൽ ഞാൻ മാനേജ് ചെയ്ത് തുടങ്ങും, അത് വേരിയബിൾ ലോൺ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, ഫിക്സും വേരിയബിൾ ആക്കാം. അല്ലെങ്കിൽ ചില ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് കൂടി മാത്രം കൊടുത്താൽ മതി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസുകളാണ് റീസ്ട്രക്ചറിൽ നമ്മൾ ചെയ്യുന്നതും റീഫിനാൻസ് ചെയ്യുന്നത്. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യുന്ന പോലെ ഇരിക്കും അതിന്. ഇപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ഈ റീഫിനാൻസിന് റീസ്ട്രക്ചറിങ് ചെയ്യുന്നത്, അത് വേറെ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? ഈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ. ആദ്യം നമ്മൾ നോക്കും, പല ആൾക്കാരും ആദ്യത്തെ വീട് മേടിച്ച് അവർ ഇതുവരെ പോയി നോക്കി പോലും കാണത്തില്ല അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് കൊടുക്കുന്നതെന്നോ, അല്ലെങ്കിൽ അവർക്ക് റീപേയ്മെൻറ്റ് നടക്കുന്നുണ്ട്, ഓട്ടോ ഡെബിറ്റ് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ എപ്പോഴും ആ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണെങ്കിൽ പോലും ലോങ് ടേമിലേക്ക് അതെപ്പോഴും നമ്മളെ സഹായിക്കും. മക്കളെ സഹായിക്കാം, ആസ് എ ഗ്യാരണ്ടർ ലോണിലേക്ക് പോകാം അവർക്ക് വേണമെങ്കിൽ. അതായത് അവർ ക്യാഷ് കൊടുക്കുന്നില്ല, കുട്ടികൾക്ക് പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവിടെ എക്വിറ്റി കൊടുത്ത് കുട്ടികളൊക്കെ അവർക്ക് ഫസ്റ്റ് ടേമിലേക്ക് കാലുവെക്കാം. അപ്പം അവർ പോയ ആ ഡെപ്പോസിറ്റ് ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല. അത് സെക്കൻഡ് ജനറേഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പ്രോപ്പർട്ടികൾ മേടിക്കാൻ പറ്റും. അത് ഗ്യാരണ്ടർ ലോൺ എന്ന് പറയും. അതാണ് എൻ്റെ വ്യത്യാസം വരുന്നത്. ആൾക്കാർക്ക് നല്ല ആരോഗ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും, പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ സ്ട്രക്ചായി വീടിൻ്റെ പൈസ അടയ്ക്കാൻ പൈസ ഇല്ലാത്തൊരവസ്ഥയ്ക്ക് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ഇക്വിറ്റി ഉണ്ടെങ്കിൽ അത് നേരത്തെ എടുത്ത് ഓഫ് സെറ്റിൽ ഇക്വിറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 5-6 മാസം ജീവിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ ഒരു ബാങ്ക്രപ്റ്റഡായി പോകാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ ഇല്ലേ? നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ആളാണെങ്കിൽ എപ്പോഴും ഒരു 6 months
എമൗണ്ട് എപ്പോഴും അവരുടെ അക്കൗണ്ടിൽ കണ്ടിരിക്കണം. കാരണം നമുക്കറിയില്ല നാളെ എന്താ സംഭവിക്കുന്നത്, ജോലി പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണങ്ങൾ, അപ്പം നമുക്കൊരു ഇൻകം ഷോർട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ റീപേയ്മെൻറ്റ് എപ്പോഴും സമയത്തിന് പോവുകയും, ഹോം ലോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാർ ലോണോ ക്രെഡിറ്റ് കാർഡോ, കാരണം ക്രെഡിറ്റ് റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രാജ്യത്ത്. എന്തെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ ഇത് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റീഫിനാൻസ് ചെയ്യാനോ വേറൊരു പ്രോപ്പർട്ടി മേടിക്കാനോ ഒന്നിനും നമുക്ക് സാധിക്കത്തില്ല കുറച്ച് നാൾ. കാരണം അത് നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇമ്പ്രൂവ് ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. കാരണം നമുക്ക് എപ്പോഴാണ് നമുക്കിട്ട് പണി എവിടെ നിന്ന് കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും, ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിൽ പോലും ഇത്തിരി പൈസ എടുത്ത് ഓഫ്സെറ്റിൽ ഇടുന്നത്. അപ്പോൾ ഓഫ്സെറ്റിൽ ഇട്ടത് കൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നൊന്നുമില്ല. ഇൻട്രസ്റ്റ് സെയിം ഇൻട്രസ്റ്റ് തന്നെയാണ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ബാഡ് ഹിസ്റ്ററി ഉണ്ടാവാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് എപ്പോഴും ഒരു എമർജൻസി ഫണ്ട്സ് എപ്പോഴും ഉള്ളത് നല്ലതാണ്. അപ്പം ചില ആൾക്കാരുടെ ലോണുകൾക്ക് ഓഫ്സെറ്റ് കാണത്തില്ല, റീഡ്രോ മാത്രമേ കാണത്തുള്ളൂ. അത് ഈ ഓഫ്സെറ്റും റീഡോയും ഒരേ മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് നമുക്ക് കാണാൻ പറ്റും വേറൊരു അക്കൗണ്ടിൽ, അതായത് ഓഫ്സെറ്റിൽ അക്കൗണ്ടിൽ പൈസ ഇരിക്കുന്നത് കാണാം, ഒരു $50,000. അതല്ല നമുക്ക് ഓഫ്സെറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ വേരിയബിൾ ലോൺ റീഡ്രോ പ്രൊഡക്റ്റ് കാണുമായിരിക്കും. അതിലേക്ക് $50,000 ഇട്ട് വെച്ചാൽ മതി. എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും അതിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ നമുക്കത് സ്പെൻഡ് ചെയ്യാനും തോന്നത്തില്ല, അത് പക്ഷേ ആവശ്യത്തിന് അത് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ഈ പ്രോപ്പർട്ടി വില താന്നു പോയാലോ, അപ്പോൾ റീഡ്രോ വില അവരെന്ത് ചെയ്യും? ആ കറക്റ്റ് പൈസ നമുക്ക് തിരിച്ചു തരുമോ? നോർമലി അത് നമ്മുടെ പൈസ, അതങ്ങനെ അത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ റീഡ്രോ ബാങ്കുകൾ അത് ഡെബിറ്റ് ചെയ്യത്തില്ല. അത് നമ്മുടെ ഫണ്ട്സാണ്. അത് വാല്യുവേഷനിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ആ പുതിയ വാല്യുവേഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമുക്ക് തന്ന പൈസയ്ക്ക് ഒരിക്കലും അതിന് തിരിച്ച് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ റീലോൺ ചെയ്ത് നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് പൈസ ഡ്രോ ചെയ്തിട്ട് നമുക്ക് പുതിയ പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് സാധിക്കുമോ? അത് മേടിക്കുമ്പോഴത്തെ ക്യാപിറ്റൽ ഗെയിന് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടോ ഇപ്പം നിലവിലത്തെ ബഡ്ജറ്റ് അനുസരിച്ച്? ക്യാപിറ്റൽ എക്വിറ്റി റിലീസ് എന്നും അതുപോലെ തന്നെ നിൽക്കുക. അതായത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എക്വിറ്റിയാണ് നമ്മൾ എടുക്കുന്നത് അടുത്ത പ്രോപ്പർട്ടിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. ആ പ്രോപ്പർട്ടി നമ്മൾ മേടിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപിറ്റൽ ഗെയിനും നെഗറ്റീവ് ഗിയറിംഗിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. നമ്മളൊരു പുതിയ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് അത് ന്യൂ ബിൽഡ് ആണെങ്കിൽ ഗിയറിംഗ് ഈസ് അപ്ലിക്കബിൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും, പക്ഷെ അത് ക്യാരി ഫോർവേഡ് ചെയ്താണ് പോകുന്നത്. ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളതിൻ്റെ വ്യത്യാസങ്ങൾ പറഞ്ഞ പോലെ ഈ 50% ആ ത്രഷോൾഡ് മാറിയിട്ട് പുതിയ ഇൻഡെക്സ് റൂളിലേക്ക് വരുവാണത്. അത് വരും ദിവസങ്ങളിൽ അത് പാസ്സാവുമ്പോഴാണ് ഇത് എഫക്റ്റ് ചെയ്ത് വരുന്നത്. അത് 1st July 2027 മുതലാണ് അത് എഫക്റ്റീവിലേക്ക് വരുന്നത്. സോ ഓവർ ദ ടൈം നമ്മളൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്റ്റിൽ വി ഹാവ് ടു ഡു ഇറ്റ്. പക്ഷേ അഗെയിൻ ഈ ടാക്സ് ഇംപ്ലിക്കേഷൻസ് എപ്പോഴും എങ്ങനെയാണ് നിങ്ങളുടെ ഹൗസ് ഹോൾഡിനെ എഫക്ട് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ അക്കൗണ്ടിനോട് സംസാരിക്കണം. അപ്പോൾ ഈ SMSF ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ വർക്കാവും? ഒരുപാട് ആൾക്കാർക്ക് അവർ പേഴ്സണലി അവർക്ക് പ്രോപ്പർട്ടി വേണ്ട, പക്ഷേ SMSF കൂടെ മേടിച്ചാൽ അവർക്ക് മേടിക്കുന്നതിന് അവർ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്ന അവർ ഫിനാൻഷ്യൽ പ്ലാനറിൻ്റെ അടുത്തും അക്കൗണ്ടിൻ്റെ അടുത്താണ് പറയുന്നത്. കാരണം ഈസ് ദാറ്റ് റൈറ്റ് ഫോർ മീ ആൻഡ് ഫോർ മൈ ഫാമിലി, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സൂപ്പർ ഫണ്ടിൻ്റെ ഇപ്പോഴത്തെ ബാലൻസും കൊണ്ട് എനിക്ക് സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അത് എങ്ങനെ എനിക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഇതിൻ്റെ വളരെ ബേസിക് ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് വരുന്നത് നമ്മുടെ സൂപ്പർ ഫണ്ടിൻ്റെ, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫിൻ്റെ ഫാമിലി സൂപ്പർ ഫണ്ട് ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ഡെപ്പോസിറ്റ് പോകും. ഇൻകം അതിന് വരുന്നത് നമ്മളുടെ ഇൻകം 12% ഓഫ് ദി സാലറി എല്ലാ ഫോർട്ട് നൈറ്റിലും നമുക്ക് സാലറി വരുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ വീക്ക്ലി മന്ത്ലി വരുന്ന കൂട്ടത്തിൽ നമ്മൾ ആ 12% വരും. ആ റെൻറ്റൽ ഇൻകം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 2 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്, വളരെ പോസിറ്റീവ്ലി ഗിയർഡും ഉണ്ട്, നെഗറ്റീവ്ലി ഗിയർഡ് പ്രോപ്പർട്ടീസും ഉണ്ട്. സോ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഈൽഡ് എന്താണെന്ന് വെച്ച് അത് സ്ലോലി ദാറ്റ് വിൽ പേ ഓഫ് ആൻഡ് ദാറ്റ് വിൽ ബി എ റിട്ടയർമെൻറ്റ് ഫണ്ട്സ്. സോ അഗെയിൻ എപ്പോഴും നമ്മുടെ മാർക്കറ്റിനെ ബാധിച്ചിരിക്കും നമ്മുടെ ഈ SMSF തുടങ്ങുന്നത് നല്ലതാണ്, പലർക്കും നല്ലതാണ്, പലർക്കും ചീത്തയായിട്ട് തീരാറുണ്ട്. പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളത്. അതിൻ്റെ അകത്ത് കോസ്റ്റ് ഇൻവോൾവ്ഡ് ആണ്. നിങ്ങളുടെ അക്കൗണ്ടൻറ്റ്, ഫിനാൻഷ്യൽ പ്ലാനർ ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് വേണം നിയമപരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ. ഇത് ഹൈലി ഓഡിറ്റഡ് ആണ് ഈ സാധനം ATO. അപ്പോൾ അതുകൊണ്ട് SMSFയുടെ പൈസ ഉണ്ടാക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ, അതേപോലെ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചത് ചെയ്യുക. റൈറ്റ് ഗൈഡൻസ് കൂടെ പോകണം. അതേപോലെ തന്നെ അതിനകത്ത് എക്വിറ്റി കൂടുന്നു വിചാരിച്ചുകൊണ്ട് നമുക്ക് അതിനകത്ത് ക്യാഷ് ഔട്ട് ചെയ്ത് എടുക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ കൂടെ ഇടാൻ പറ്റത്തില്ല. ആ സൂപ്പറിൽ കിടക്കും. ആ ഫണ്ട് ഇപ്പം നാളെ ഞാൻ ആ പ്രോപ്പർട്ടി വിൽക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഗെയിന് നേരെ നമ്മുടെ സൂപ്പർ ഫണ്ടിൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും ഇരിക്കുന്നത്.
അത് നമുക്ക് തൊടാൻ പറ്റുന്നത് നമ്മുടെ റിട്ടയർമെൻറ്റ് പ്രിസർവേഷൻ ഏജ് ഉണ്ട്, ആ സമയത്താണ് അത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഓസ്ട്രേലിയക്ക് വന്നത്, മലയാളികൾ വന്നത് അറിയാലോ ഒരു അടിപൊളി ജീവിതത്തിന് വേണ്ടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പറയുന്നത് 2026 ബഡ്ജറ്റ് നമ്മൾ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കിട്ട് ഒരു എന്താ പറയുന്നത് ഒരു ചെറിയൊരു പ്രശ്നം പോലെ കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ വരുന്ന ആൾക്കാരെ സഹായിക്കാനായിട്ടാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. പലപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ വരും. അപ്പോൾ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യണം. എല്ലാ കാര്യങ്ങളും നമ്മൾ റീസ്ട്രക്ചർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ടോമിനെ പോലുള്ള ആൾക്കാർ തീർച്ചയായും ഇൻവെസ്റ്റ്മെൻറ്റ് ലോണുകളാണ് കൂടുതൽ ചെയ്യുന്നത്, റീഫിനാൻസിങ് ആണ് ചെയ്യുന്നത്. അതായത് ഏർലി റിട്ടയർമെൻറ്റിനെ കുറിച്ചാണ് ടോമിനെ പോലുള്ള ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഒരു ജനറേഷണൽ വെൽത്ത് നെക്സ്റ്റ് മെനി അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു നല്ലൊരു ലൈഫിന് വേണ്ടിയാണ്. ഇപ്പോൾ ടോം പറഞ്ഞ പല കാര്യങ്ങളും നമുക്കിപ്പോൾ തോന്നുന്നു നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പണി കിട്ടും. അങ്ങനെയല്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും ടോമിനെ പോലെയുള്ള ആൾക്കാരെ വിളിക്കാം, ടോമിനെ വിളിക്കാം. ടോമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നതാണ് ഇവിടുത്തെ നമ്മുടെ വീഡിയോയിൽ തന്നെ നമുക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിളിക്കുക. ടോം പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്, നമുക്കിപ്പോൾ റീഫിനാൻസ് ചെയ്തൊരു വീട് മേടിക്കാൻ പ്ലാനില്ലേ, ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് പൈസ, ഒരു $50,000 $1,00,000 റീഫിനാൻസ് ചെയ്ത് ഓഫ് സെറ്റിലിടുക അല്ലെങ്കിൽ റീഡ്രോയിലിടുക. ഇപ്പോൾ എപ്പോഴാണ് ആൾക്കാർക്ക് ഒരു പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ പണി കിട്ടുമ്പോൾ ഒരു തട്ടുകേട് പറ്റുന്നത്, ആ തട്ടുകേട് പറ്റുമ്പോൾ നമ്മുടെ ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്കുള്ള ജീവിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ബിഗ് സീറോ ആയി പോവില്ല. അതല്ലെങ്കിൽ നമ്മൾ ബിഗ് സീറോ ആയി പോയിട്ട് ബോട്ടമിൽ നിന്ന് പിന്നെയും തുടങ്ങേണ്ടി വരും. ആ സാഹചര്യം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള ചില പൊടിക്കൈകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ പണിത് പൈസ ഉണ്ടാക്കി ഒരിക്കലും നമ്മുടെ കയ്യിൽ ഒരു $1,00,000 ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ ഒരിക്കലും ഒരു റോങ് ടൈമിലല്ല, നമ്മൾ ഒന്ന് പെർഫെക്റ്റ് ടൈമിലാണ്, നമ്മുടെ ടൈമിലാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് വെൽത്ത് ഉണ്ടാക്കി ഒരുപാട് ഹാപ്പി ആയിട്ട് ഒരു ഏർലി റിട്ടയർമെൻറ്റ് ചെയ്ത് എല്ലാവരും ജീവിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ടോം എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞ് തീർത്തുള്ളൂ. പറഞ്ഞ പോലെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാം വിചാരിക്കുന്നില്ല, പക്ഷേ എങ്ങനെ ഇതിനെ തരണം ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ 2026 അല്ലെങ്കിൽ പുതിയ ടാക്സിൻ്റെ റിഫോംസ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾക്കും നമ്മുടെ ഫാമിലിക്കും എങ്ങനെയാണ് അത് നമ്മളെ സഹായിക്കുന്നതെന്ന് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ ചിലവർക്ക് പ്രോപ്പർട്ടികൾ മേടിക്കാൻ താല്പര്യമില്ലായിരിക്കും, പക്ഷേ അവർ കുറച്ചും കൂടെ ഫിനാൻഷ്യലി വെൽ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ഡെറ്റുകൾ കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക, സംസാരിക്കുക, സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, മുമ്പോട്ട് പോവുക. താങ്ക് യു.